ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് റീയൂണിയൻ പോസിബിൾ ആണോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ടു കപ്സിൻ്റെ എനർജിയാണ്. അത്രത്തോളം തീവ്രമായ പ്രണയമാണ്, തീവ്രമായ സ്നേഹമാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഒരിക്കലും വിട്ടുപിരിയാൻ സാധിക്കില്ല നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. ഒരിക്കലും പിരിയാത്തൊരു ബന്ധമാണ്. ഇനി എന്തൊക്കെ വിള്ളലുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു കണക്ഷനായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം ഡീപ്പ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളതെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി ചില സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ ഒരു തടസ്സം എന്ന് പറയുന്ന ഫാമിലി ആയിരിക്കാം. ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയെ തിരുത്തുന്നുണ്ടാവാം. നിങ്ങളുടെ കണക്ഷനിൽ ചെറുതായിട്ടെങ്കിലും മറ്റുള്ളവരെ ഇടപെടലുണ്ട്, നല്ല രീതിയിൽ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്കിവിടെ കാണുന്നുണ്ട് നല്ല രീതിയിൽ. അതുപോലെ തന്നെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇവിടെ കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ വ്യക്തിക്ക് അത്രത്തോളം എന്താ പറയുക ഒരു പാഷനാണ്. അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക ഒരു പാരൻസിനെ പോലെ അവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഒരു പാരൻസ് നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യുന്നു, അതുപോലെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കെയർ ചെയ്യുന്നത്. അത്രത്തോളം എന്താ പറയുക അവർ നിങ്ങളെ നോക്കിക്കാണുന്ന അങ്ങനെയാണ്. ഒരു കുട്ടിയെ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അത് നിങ്ങളുടെ വ്യക്തി ഒരു അങ്ങനെയായിരിക്കാം കേട്ടോ. പരസ്പരം എങ്ങനെയോ ആവാം. അപ്പം നിങ്ങളായിരിക്കാം നിങ്ങളെ വ്യക്തിയെ ഒരു കുട്ടീനെ പോലെയൊക്കെ, ഒരു കുട്ടിക്കളിയൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം അവർ കെയർ ചെയ്യുന്നുണ്ടാവും നല്ല രീതിയിൽ. അപ്പോൾ ഇവിടെ ചില സാഹചര്യത്തിൽ അത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകാനായിട്ട് ശരിക്കും അവർക്ക് ഭയമുണ്ട്, എല്ലാം ഉണ്ട്. കാരണം അവർക്ക് നിങ്ങളെ വിട്ടുകളയാൻ കഴിയില്ല. അതേപോലെ നിങ്ങളുടെ വ്യക്തിക്ക് രണ്ടുപേർക്കും പരസ്പരം ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകണം, നല്ലൊരു മാറ്റം വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു കണക്ഷന് വേണ്ടി. അത് മറ്റുള്ളവരെ പേടിച്ചിട്ടായാലും നിങ്ങൾക്കൊരിക്കലും വിട്ടുപിരിയാൻ സാധിക്കുന്നില്ല. എന്നാൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയക്കുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു ബന്ധം വിട്ടുപിരിയാൻ പറ്റുന്നില്ല. ഇത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ അതിശക്തമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം 5 ഓഫ് വാൺസിൻ്റെ എനർജി. ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നിട്ടുണ്ടാവാം, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. വാക്കുകൾ കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം അതൊക്കെ നടന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ വേദനിപ്പിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു മാറിയിട്ടുണ്ടാവാം കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളെ ഒഴിവാക്കാൻ അവർ സാധ്യമല്ല. അവർക്ക് ഈ ഒരു ബന്ധമാണ് ഇമ്പോർട്ടൻസ് കേട്ടോ, നിങ്ങളുടെ വ്യക്തിയും നിങ്ങൾക്കും. കാരണം എത്രയൊക്കെ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി പിരിഞ്ഞാലും പരസ്പരം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ ഈ വഴക്കും കാര്യങ്ങളൊക്കെ വന്നത്, ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, നിങ്ങളുടെ കണക്ഷനിൽ നല്ലൊരു ഗ്രോത്ത് ഒക്കെ വരണമെന്ന് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും വിട്ടുകളയാൻ തയ്യാറല്ല. ഇവിടെ കാണാം 3 ഓഫ് ഷൂട്ട്സിൻ്റെ എനർജിയാണ്. ശരിക്കും ബുദ്ധിമുട്ട് സഹിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നല്ല പോലെ ഈ കണക്ഷനിൽ തടസ്സങ്ങൾ, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അനുഭവിക്കുക,
പല രീതിയിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാവാം. ഈ കണക്ഷൻ മുന്നോട്ട് പോകുമ്പോഴും ചില സാഹചര്യത്തിൽ മാനസികമായിട്ട് നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവാം. ചില സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളടുത്ത് നല്ല രീതിയിൽ നിന്ന് തരണമെന്നില്ല, നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവാം, വാക്കുകൾ കൊണ്ട് അവർ നിങ്ങളെ മുറിവേൽപ്പിക്കുന്നുണ്ടാവാം. അങ്ങനെയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എന്ന് വെച്ചിട്ട് സ്നേഹത്തിനൊരു കുറവുമില്ല. അതാണ് ആദ്യം കിട്ടിയത്. ഇനി എന്തൊക്കെ നിങ്ങളുടെ കണക്ഷനിൽ വേദന ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്നേഹത്തിനൊരു കുറവുമില്ല. എന്നാൽ പരസ്പരം ഈഗോ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്കും ഉണ്ടാവാം, നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടാവാം. നമുക്ക് കാണാം, കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ച് നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലും നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി, മറ്റുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവാം നിങ്ങളുടെ വ്യക്തിക്ക്, അവർക്ക് ചില സാഹചര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം. അതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവാം. ചില സാഹചര്യത്തിൽ ഫാമിലിക്കായിരിക്കാം കൂടുതലും ഒരുപാട് സ്നേഹവും കാര്യങ്ങളും വഴക്കും ഒക്കെ ഉണ്ടെങ്കിലും ചില സാഹചര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർക്കായിരിക്കാം കൂടുതൽ നിങ്ങളെക്കാളും. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വഴക്കുണ്ടാക്കിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നത്, നിങ്ങളെക്കാളും ഏറെ സഹായം ചെയ്യുന്നത് മറ്റുള്ളവർക്കാണ്. ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അങ്ങനെയൊക്കെ നിങ്ങളുടെ വ്യക്തി സഹായം ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിക്കോ കുറച്ച് പേർക്ക് മാത്രം മറ്റ് ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സഹായം ചെയ്യുന്നതായിട്ടും ഇതിലും അങ്ങനെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അത് എല്ലാവർക്കും ഉള്ളതെല്ലാം കുറച്ച് പേർക്ക് മാത്രം അങ്ങനെയുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ വലിയൊരു മാറ്റത്തിലോട്ട് പോകണമെന്ന് തന്നെയാണ്. അതായത് പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയും അതേപോലെ കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയും. ഇവിടെ എന്തൊക്കെ നിങ്ങൾക്കിടയിൽ തടസ്സം എന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ നിങ്ങളുടെ വ്യക്തി കെയർ ചെയ്തോട്ടെ, സഹായിച്ചോട്ടെ, പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങളെയാണ് ഇമ്പോർട്ടൻസ്, അതായത് നിങ്ങളെയാണ് അവർ ചിന്തിക്കുന്നത്, അല്ലെ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലാറ്റിനേക്കാളും അവർ വിലമതിക്കുന്നത് നിങ്ങളെ തന്നെയാണ് കേട്ടോ. ഈ വ്യക്തി ചിലപ്പോൾ ഫാമിലിക്കായിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനായിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ കുറച്ച് പേർക്ക്, വളരെ ഒരു 10% ആൾക്കാർ മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡായിരിക്കാം അല്ലെങ്കിൽ വൈഫായിരിക്കാം. ആ ഒരു കണക്ഷനിൽ അവർക്ക് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. ഇവിടെ ഇത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ടാവാം, കപ്പിൾസിന് കാണാം. അതേപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എല്ലാവർക്കും കാണാം. മാത്രം ചില സാഹചര്യത്തിൽ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. ചില സാഹചര്യത്തിൽ ഈ പറയുന്ന വൈഫിനെയോ ഹസ്ബൻഡിനെയോ അങ്ങനെയൊക്കെയല്ല ഒരു സിറ്റുവേഷൻ. അതായത് എന്തായാലും അവരെ ശ്രദ്ധിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആ കണക്ഷനിൽ നിന്നേ പറ്റൂ എന്ന രീതിയിൽ നിൽക്കേണ്ട പക്ഷെ മനസ്സെവിടെയാണ്? മനസ്സുകൊണ്ട് അവർക്ക് നിങ്ങൾ തന്നെയാണ്. അതാണ് നമുക്ക് ആദ്യം കിട്ടിയ, അതായത് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് അത്രയ്ക്കും ഡീപ്പായ ഒരു കണക്ഷനാണ്. അതിനെ മാറ്റാൻ ആർക്കും പറ്റില്ല. കാരണം അത്രത്തോളം നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ കണക്ഷൻ എല്ലാം കൊണ്ടും നല്ലൊരു ലെവലിലോട്ട് എത്തിച്ചേരണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് വേദന നിങ്ങൾ സഹിച്ചിട്ടുമുണ്ട് ഈ കണക്ഷനിൽ. എല്ലാം എന്ന് പറയുന്നില്ല, നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ വേദന സഹിച്ചിട്ടുണ്ട്. ചില സാഹചര്യത്തിൽ അത് കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർക്ക് ഇപ്പോൾ ചില സാഹചര്യത്തിൽ മറ്റ് വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വേണ്ട പരിഗണന വ്യക്തി തന്നിട്ടില്ല. അതേപോലെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ട ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവുക. കുറച്ച് സമയം വരെ നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിട്ടില്ല. അവർക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടുപിരിയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇത് മുന്നോട്ട്, അല്ലെങ്കിൽ എന്താണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് ഈ ഒരു കണക്ഷൻ മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട്. ഈ വ്യക്തിയായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങളടുത്ത് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റാത്തപ്പോഴും അവർക്കും ഇത് മുന്നോട്ട് വരണം എന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. പക്ഷേ സാഹചര്യം അവരെ പിന്നോട്ട് നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് മുന്നോട്ട് വരുമ്പോൾ ചില സാഹചര്യത്തിൽ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് വലിയ രീതിയിൽ പറ്റുന്നില്ല. നിങ്ങളുമായിട്ട് ആ ഒരു സ്റ്റേബിളായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവിടെ ഒരു തടസ്സം.
അല്ലെങ്കിൽ അവരെ പിന്നോട്ട് നയിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് റിയൂണിയൻ പോസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു കണക്ഷൻ മുന്നോട്ട് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പോകുമോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഒരു കോൾ വരും കേട്ടോ, ഒരു കോളോ മെസ്സേജോ വരും. കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, എന്തായാലും വരും നിങ്ങളുടെ വ്യക്തി. ഇവിടെ ഒരുപാട് പ്രതീക്ഷയുണ്ട്, നിങ്ങളുടെ കണക്ഷനിൽ നല്ല ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം നിങ്ങൾ എവിടെയും പോകില്ല എന്നുള്ളതറിയാം. ഈ കണക്ഷൻ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല, ഇപ്പോഴും നല്ല രീതിയിലുണ്ട്. ശരിക്കും നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട്, ഹെർമിറ്റാണ്, നല്ല രീതിയിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അടുത്ത് അവർ പെരുമാറിയതൊക്കെ അതൊരു മോശമായി പോയി, അല്ലെങ്കിൽ അത്ര വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഒരുപാട് വേദനിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത്. എത്രയൊക്കെ നിങ്ങൾ തമ്മിൽ ഡീപ്പ് കണക്ഷൻ ആയാലും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ മൂലം നല്ല രീതിയിൽ വേദന സംഭവിച്ചിട്ടുണ്ട്. ചില സാഹചര്യത്തിൽ ഈ വ്യക്തി ഫാമിലി പറയുന്നത് എടുത്ത് നിന്നിട്ടുണ്ടാവാം, നിങ്ങളെ ഒരു ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവാം ചില സാഹചര്യത്തിൽ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് പേർക്ക് മാത്രം മറ്റൊരു കണക്ഷനിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവാം. അവരുടെ വൈഫായിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡിനായിരിക്കാം അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ മാറി നിന്നിട്ടുണ്ടാവാം. എന്ന് വെച്ചാൽ നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമുണ്ട്, മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രം മാറി നിന്നതാവാം ചില സാഹചര്യത്തിൽ ഫ്രണ്ട്സ്. അപ്പോൾ എങ്ങനെ ആയാലും അത് നിങ്ങൾക്ക് എടുക്കാം, നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യം നിങ്ങൾക്ക് എടുക്കുക. എങ്ങനെയായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലെന്താണ് അവസ്ഥ എന്നുള്ളത്. പക്ഷേ ഇവിടെ ശരിക്കും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എന്തുമാത്രം നിങ്ങളെ വേദനിപ്പിച്ചു. അതായത് ഹെർമിറ്റാണ് കിട്ടിയിരിക്കുന്നത്. അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, നിങ്ങളെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വേദന തന്നിട്ടുണ്ട്. അതുമൂലം ഈ വ്യക്തി, കാരണം ഈ വ്യക്തിക്ക് അതറിയാം, ശരിക്കും ഈ വ്യക്തിക്ക് അറിയുന്നുണ്ട് നിങ്ങളെ ശരിക്കും വേദനിപ്പിച്ചതായിട്ട് തന്നെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളോടുള്ള സ്നേഹം അത് നല്ല രീതിയിലുണ്ട്, നമുക്ക് കാണാം. അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ കണക്ഷൻ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഇതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുന്നില്ല. ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നതും. കാരണം ഫുള്ളാണ്, തീർച്ചയായിട്ടും ഇത് നെക്സ്റ്റ് ലെവലിലോട്ട്, അത് നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകും എന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നല്ലോണം ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇപ്പം നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇവിടെ ഒരു മാരേജ് നിങ്ങളുമൊത്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. റിയൂണിയൻ പോസിബിൾ ആണ്, കാരണം ദി ഫുള്ളാണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇത് തന്നെയാണ് 5 ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു സമയത്ത് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താൽ നിങ്ങളെ വേദനിപ്പിച്ചു പോയ വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്, അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അവർ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവിടെ തേർഡ് പാർട്ടി, അതിശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവരെ നല്ല പോലെ കൺട്രോൾ ചെയ്യുന്ന തേർഡ് പാർട്ടിയാണ്. അതുകൊണ്ടും അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ വ്യക്തിക്ക് നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വരുന്നു. അതുമൂലം ചില സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ഒരു തേർഡ് പാർട്ടി തന്നെയാണ്, അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. ചില സാഹചര്യത്തിൽ അവരുടെ ഒരു ഫെമിനിൻ എനർജിയാണ് കാണുന്നത്. അത് ചിലപ്പോൾ ഒന്നെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ അവരെ സിസ്റ്റർ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം, അവരെ നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ജസ്റ്റിസ്, ഇത് നിങ്ങൾക്ക് നീതി ലഭിക്കും. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് റിയൂണിയൻ അത് ഉണ്ടാകും. നിങ്ങൾ തമ്മിൽ റിയൂണിയൻ പോസിബിൾ ആണ്, നിങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ
ഈ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇതുവരെ നിങ്ങൾക്ക് ആ ഒരു നീതിക്ക് വേണ്ടി നീതി വേണമെന്ന് ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹെർമിറ്റ് വന്നിട്ടുണ്ട്, അവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഈ കണക്ഷൻ മുന്നോട്ട് നല്ല രീതിയിൽ വരണമെന്ന് ഇവിടെ എന്തു പറയാം, ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളെ പരിഗണിച്ചില്ല, നിങ്ങൾക്ക് നേരെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജസ്റ്റിസ് നിങ്ങൾക്ക് എന്തായാലും ശരി, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നീതി നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് വരും. ഈ ഒരു കണക്ഷൻ നിങ്ങൾ ഒരു ഇതിനൊരു നീതി വേണം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ അത്രത്തോളം നിങ്ങൾ ത്യാഗം സഹിച്ചതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് എഫേർട്ട് എടുത്തതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജസ്റ്റിസ് കിട്ടും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് റിയൂണിയൻ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ, മാരേജ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മാരേജ് കാർഡാണ്. ഈ വ്യക്തിയുമായിട്ട് റിയൂണിയൻ പോസിബിളാണ്. അതേപോലെ മുന്നോട്ട് ഒരു വിവാഹം ഒക്കെ കഴിച്ച് കുട്ടികളുമായിട്ട് ഒരു ഹാപ്പിനെസ് ഉള്ള ഒരു, ഇപ്പോൾ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് വരും എന്ന് തന്നെയാണ്. 4 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്, മാരേജ് കാർഡാണ് ഇത്, ഒരു റിയൂണിയൻ കാർഡാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ളവർക്കും കാണാം, കപ്പിൾസിന് കാണാം, അതേപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനും കാണാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കണക്ഷൻ എങ്ങനെയുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു, നീതി കിട്ടാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഈ സമയത്ത് നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ എൻഡായിട്ടുണ്ട്, ഇനി അങ്ങോട്ടൊന്നുമില്ല എന്ന് ഉള്ളിടത്ത് തിരിച്ച് വീണ്ടും ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കണക്ഷൻ അവസാനിക്കുന്നില്ല, ഇത് മുന്നോട്ട് വരും. കാരണം കിങ് ഓഫ് കപ്സ് ആണ്, നമുക്ക് കാണാം ഒത്തിരിയേറെ രണ്ടു പേർക്കും ഒരുപാട് സ്നേഹമുണ്ട് പരസ്പരം. നിങ്ങളുടെ വ്യക്തി ഒത്തിരിയേറെ സ്നേഹം അത് ഈ സമയത്ത് അവർ മനസ്സിനകത്ത് അടക്കി പിടിച്ചൊരവസ്ഥയിലാണുള്ളത്. നിങ്ങളടുത്ത് പ്രകടിപ്പിക്കുമ്പോൾ ഈ സമയത്ത് നോ കോണ്ടാക്റ്റ് ആയതുകൊണ്ട് മാത്രം അവരെല്ലാം മനസ്സിനകത്ത് അടക്കി പിടിച്ചിരിക്കുന്നൊരവസ്ഥ. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും, നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ പോസിബിളാണ്. അതുപോലെ തന്നെ മാരേജ് ഒക്കെ ഉണ്ടാകും, എൻഗേജ്മെൻ്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാം ശരിയാവും, പക്ഷെ തടസ്സം എന്നത് അത് മാറിക്കിട്ടും എന്ന് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേർക്ക് മറ്റൊരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ചേഞ്ച് വരും. ഈ വ്യക്തി അതിലൊരു മാറ്റം വരുത്തിയിട്ട് അതൊന്ന് ശരിയാക്കി വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് വളരെ കുറച്ച് പേർക്കാണ് കേട്ടോ, ഒരു 10% പേർക്ക് മാത്രമാണ് അങ്ങനെ കാണുന്നത്. ഇതിൽ നോക്കാം നമുക്ക് ആർക്കൊക്കെ ഇത് പൂരം നക്ഷത്രം, ഉത്രട്ടാതി, ജൂലൈ, അനിഴം, അത്തം, ലെറ്റർ എ ആണ്, ലെറ്റർ ക്യൂ ആണ്, 20 മകം നക്ഷത്രം, ബ്ലൂ കളർ, പിങ്ക് കളർ, എബ്രോഡ്, ടീച്ചർ ആയിരിക്കാം, മാർച്ച് മാസം, ബ്ലാക്ക് കളർ, ബാങ്കിൽ ജോലിയുള്ള ആൾക്കാരായിരിക്കാം, ലെറ്റർ വൈ ആണ്, കാസർഗോഡ്, തിരുവനന്തപുരം, ആർട്ടിസ്റ്റ് ആയിരിക്കാം, മലപ്പുറം, ലെറ്റർ എക്സ് ആണ്, തിരുവാതിര, എറണാകുളം, വയനാട്, ഉത്രാടം, ലെറ്റർ ടി ആണ്, ടി, റിയൂണിയൻ, ലെറ്റർ കെ ആണ്, പർപ്പിൾ കളർ, ലെറ്റർ സെഡ് ആണ്, ലെറ്റർ എഫ് ആണ്, പുണർത്തം നക്ഷത്രം, ചതയം, 5 കേട്ടോ, 5, 14, 1, 37, 47,
48 2 എന്ന് കിട്ടിയിട്ടുണ്ട്, 41. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത്. ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് വ്യക്തികൾ, ഡീപ്പ് കണക്ഷനുള്ള രണ്ട് വ്യക്തികൾ, അവർക്കിടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, കാര്യമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അതിശക്തമായ. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്